പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടത്തുന്നത്. അതിൽ CPM പ്രധാനമായും പറയുന്നത് വി കുഞ്ഞികൃഷ്ണൻ തന്നെ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയും ഈ പാർട്ടി ഫണ്ട് തട്ടിച്ചില്ല അല്ലെങ്കിൽ അവിടെ ഒരു പണവും നഷ്ടമായില്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ അംഗീകരിക്കുകയും ചെയ്തു എന്നാണ്. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു പ്രചരണം നടക്കുന്നത് താങ്കൾ പാർട്ടി വിടുന്നു, കോൺഗ്രസിലേക്കൊക്കെ ചേരുന്നു, സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളതാണ്. അത് ഇന്ന് രാവിലെ ഒരു വാട്സപ്പ് സന്ദേശം കാണാനിടയായി. കോൺഗ്രസ് എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നതാണ് വാട്സപ്പ് മെസ്സേജ്. ഞാൻ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പാർട്ടി മെമ്പർഷിപ്പൊന്നും വേണമെന്നില്ല. മറ്റൊരു രാഷ്ട്രീയത്തിലേക്കും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് എന്നെ സമീപിക്കാൻ ശ്രമിക്കുന്ന മറ്റ് പാർട്ടിക്കാരാരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്കുള്ളൊരു സന്ദേശം കൂടിയാണ്. ഒരാളും വരണ്ട എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മലയാളം. ഞാൻ ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ ജീവിത അവസാനം വരെ മുന്നോട്ട് പോകണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ പാർട്ടി നിലനിൽക്കണം, വളരണം എന്ന ആഗ്രഹം കൊണ്ടാണ് പാർട്ടിക്കകത്ത് പോരാട്ടം നടത്തി നടക്കാത്ത സാഹചര്യത്തിൽ ഈ പാർട്ടിയെ തിരുത്തിക്കാൻ അണികളോട് അഭ്യർത്ഥിക്കുന്നത്. അതല്ലാതെ വേറൊന്നും ഇതിലില്ല. ഇപ്പോൾ ബംഗാളിൽ പാർട്ടി തകർന്നില്ലേ? വലിയ തകർച്ച. ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 6% വോട്ടാണ് അവിടെ മുന്നണിക്ക് തന്നെ കിട്ടിയത്. അത്രയും ദയനീയമായ തകർച്ചയാണ് അവിടെ ഉണ്ടായത്. അത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ, ഈ ഒരു അസംതൃപ്ത വിഭാഗം കേരളത്തിൽ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പൊട്ടിത്തെറിയുടെ വക്കിൽ എപ്പോൾ എത്തുമെന്ന് പറയാൻ സാധിക്കില്ല. അതൊരു പൊട്ടിത്തെറിയുടെ ഘട്ടത്തിലെത്തിയതാണ് ബംഗാളിലെ തകർച്ചയ്ക്ക് കാരണം. കേരളത്തിലും അതൊരു പൊട്ടിത്തെറിയുടെ ഘട്ടത്തിലെത്തിയാൽ കേരളത്തിലെ പാർട്ടിയും തകരും. ഈ കേരളം നേടിയ നേട്ടങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇനിയും മുന്നോട്ട് നയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കൂ ഈ കേരളത്തെ. അപ്പോൾ ആ കേരളം തെറ്റ് തിരുത്തിയാൽ നിലനിന്ന് പോകാൻ സാധിക്കും, വളരാൻ സാധിക്കും. അതുകൊണ്ട് ഈ അസംതൃപ്ത വിഭാഗം വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എണ്ണം കൂടി വരികയാണ്.